ഒരു പുതിയ വീടിന്റെ വാതിൽക്കൽ സന്തോഷത്തിന്റെ അനുഭൂതി നിറഞ്ഞു. പക്ഷേ കടന്ന കാലത്തിൽ ചെയ്ത പാവം തന്റെ ഭയങ്കരമായ നിറം കാണിച്ചു. ഏത് പാതയിലാണോ രക്തം ഒഴുകിയത് അതേ നിഴൽ തിരികെ വന്നു. എല്ലാരും അത് സ്നേഹപ്രകടനമാണെന്ന് പറഞ്ഞു. അത് തന്നെ കാലനായി മാറി. കൈകൊണ്ട് ചെയ്ത ശില്പം തന്നെ എല്ലാ കളികളും അവസാനിപ്പിച്ചു. ശാന്തമായ ഓരോ ശബ്ദവും ചെയ്ത കർമ്മത്തിനുള്ള കണക്ക് തീർത്തു. നഗരത്തിന്റെ ഒരു മൂലയിലായി ഒരു പഴയ വീടുണ്ടായിരുന്നു. അതിന്റെ മുന്നിലായി ഒരു കാർ വന്ന് നിന്നു. ആ വീട് ഒറ്റപ്പെട്ട വീടായിരുന്നു. അതിന്റെ അയലത്തായി മറ്റൊരു വീടുമില്ലായിരുന്നു. വിവേക്കും ഖുഷിയും കാറിൽ നിന്നും താഴേക്കിറങ്ങി. ഇത് അവർ ആദ്യമായി വാങ്ങിയ സ്വന്തം വീടാണ്. ഇത് വിവേക് സ്വന്തം കാശുകൊണ്ട് വാങ്ങി. അവസാനമായിട്ട് നമ്മൾ എങ്ങനെയോ ഇത് സാധിച്ചു. അതെ, ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിതയാണ്. താങ്ക് യു സോ മച്ച് വിവേക്. ഇതെല്ലാം നിന്റെ വിശ്വാസം കാരണമാണ് നടന്നത്. ഇല്ല, ഇത് നിങ്ങളുടെ അധ്വാനവും നമ്മുടെ പ്രണയവും കാരണം സംഭവിച്ചതാണ്. ഈ സമയത്തില് അമ്മയും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നാൽ ഇത് കണ്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചിരിക്കും. വിവേക്, നീ വിഷമിക്കേണ്ട, എല്ലാം തന്നെ ശരിയാകും. വരൂ, നമുക്ക് വീട്ടിനകത്ത് പോകാം. ബ്രോക്കർ പറഞ്ഞു ഇവിടെ ഒരുപാട് വൃത്തിയാക്കേണ്ടതുണ്ടെന്ന്. വിവേക് തന്റെ കണ്ണുകൾ തുടച്ചു. രണ്ടുപേരും ചേർന്ന് കാറിൽ നിന്നും കോട്ടൺ ബോക്സ് എടുത്തു. അത് ഓരോന്നായി വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. രണ്ടുപേരും ചേർന്ന് പതുക്കെ അവരുടെ പുതിയ വീട് അലങ്കരിക്കാൻ തുടങ്ങി. വിവേക് വൃത്തിയാക്കി. മറ്റൊരു വശത്ത് ഖുഷി അതിനെ അലങ്കരിച്ചു. ചുമരുകളിലൊക്കെ വിവേക് പെയിന്റ് അടിച്ചു. ഖുഷി അതിൽ ചിത്രങ്ങൾ തൂക്കിയിട്ടു. എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് അവരുടെ കൈകൊണ്ട് ഒരു ഭംഗിയുള്ള ഷോ പീസ് ചെയ്തു. അവർ അത് അവരുടെ ബെഡിനരികിലായി വെച്ചു. അവർ വീടിന്റെ ഓരോ മൂലകളും ചുറ്റിനോക്കി. എല്ലാം വളരെ നന്നായിരുന്നു. കിച്ചണിലും അവർ രണ്ടുപേരും ഒന്നിച്ച് ആഹാരം പാചകം ചെയ്യാൻ തുടങ്ങി. ചിരിച്ചു. എന്നിട്ട് വളരെ സന്തോഷകരമായി അവരുടെ സമയം കടന്നു. ഒരു ദിവസം വിവേക് ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഖുഷി അദ്ദേഹത്തിനരികിലായി ശാന്തിയായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹം കഴിക്കുന്നത് അവൾ നോക്കിയിരുന്നു. ടിഫൻ ഒരുപാട് നന്നായിട്ടിരിക്കുന്നു. ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നു നിങ്ങൾ. ഖുഷി, നിനക്ക് അറിയുമല്ലേ, നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിനേക്കാളും ഒരുപാട് അധികമായിട്ട് ഈ വീട് വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ EMI വേണ്ടി ഞാൻ ഒരുപാട് കാശുണ്ടാക്കണം. അപ്പോഴേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. എപ്പോ തിരികെ വരും? കുറച്ച് ദിവസങ്ങളെ ഇരിക്കുന്നു. ഞാൻ വേഗം വന്നേക്കും. അതോടുകൂടി വിവേക് തന്റെ ടിഫൺ കഴിച്ചു തീർത്തു. എന്നിട്ട് എണീറ്റ് ഖുഷിയെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. ഖുഷിയും സന്തോഷത്തോടെ അദ്ദേഹത്തെ ഹഗ് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം വിവേക് തന്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അദ്ദേഹം ബാഗ് തന്റെ കാറിലെ പുറകിലത്തെ സീറ്റിൽ വെച്ചു. കാർ എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു. വാതിൽക്കൽ നിന്നുകൊണ്ടിരുന്ന ഖുഷി അവിടെ നിന്ന് അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പോകും തോറും രണ്ടുപേരും മാറി മാറി ടാറ്റ കാണിച്ച് പറഞ്ഞയച്ചു. വൈകുന്നേരമായി. ഖുഷി അടുക്കളയിൽ വൈകുന്നേരത്തിനുള്ള ആഹാരം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് വീട്ടിൽ പാചക സാധനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന്. അവൾ അല്പം ടെൻഷനായി. എന്നിട്ട് അവൾ കടയിലേക്ക് പുറപ്പെട്ടു പോയി. ഒരുപാട് ഇരുട്ടിപ്പോയി. വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അവൾ മനസ്സിലാക്കാൻ തുടങ്ങി അവൾ വീട്ടിലേക്ക് പോകുന്ന പാത ശാന്തമായിരിക്കുന്നുവെന്ന്. അവൾ അല്പം വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അവൾ തന്റെ വീട്ടിന്റെ അരികിലായി എത്താൻ തുടങ്ങിയപ്പോൾ അവൾക്ക് പെട്ടെന്ന് എന്തോ പിറുപിറുക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഖുഷി. അവൾ വളരെ പേടിച്ച് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. ആരാണത്? വിവേക്? പക്ഷെ അവൾക്ക് ഒരു മറുപടിയും കിട്ടിയില്ല. അവിടെ വളരെ ശാന്തമായിരുന്നു. അത് അവൾ വലുതായി കൂട്ടാക്കാതെ വീണ്ടും തന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അവൾ അവിടെ നിന്ന് മുന്നിലോട്ട് നടന്നു പോയപ്പോൾ അവളുടെ പുറകിലായി ഒരു ഭയങ്കരമായ രൂപം നിൽക്കുകയായിരുന്നു. അതിനെ ഖുഷി കണ്ടില്ല. സമയം രാത്രിയായി. ഖുഷി ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് TV നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് കോൾ വന്നത്. അത് വിവേകിന്റെ കോളായിരുന്നു. ഖുഷി ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? അതെ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്തിലോ? വൈകുന്നേരം പാചകം ചെയ്യാൻ പോയപ്പോൾ വീട്ടിൽ ഗ്രോസറീസ് ഇല്ല. അതുകൊണ്ടാ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകേണ്ടതായത്. അവിടെ നിന്ന് തിരികെ വരാൻ ലേറ്റായി പോയി. ശരി, നീ ശ്രദ്ധയോടെ ഇരിക്കണം. ഞാൻ നാളെ വീട്ടിലേക്ക് വന്നേക്കും. എന്തുപറ്റി? നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഏതൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഫോൺ വെക്കുന്നു. ശരി, സൂക്ഷിച്ചിരിക്കണേ. ഖുഷി ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും അവൾ പോയി.
TV ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ബാത്റൂമിൽ അവൾ തൻ്റെ മുഖം വാഷ് ചെയ്തു. പിന്നെ ടവൽ കൊണ്ട് അവൾ തുടയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് TV തന്നെ ഓഫായത്. ശബ്ദം നിന്നതും തന്നെ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ തിരിഞ്ഞു നോക്കാനായി ശ്രമിക്കുകയായിരുന്നു, അവിടെ ആരെങ്കിലും ഉണ്ടോ അല്ലയോ എന്ന്. അപ്പോൾ മുൻപിൽ അവൾക്ക് ഒരു ഇരുട്ടായ പാത കാണാൻ സാധിച്ചു. അവൾ തൻ്റെ മുഖം പെട്ടെന്ന് തിരിക്കുമ്പോൾ അവൾ ആ കണ്ണാടിയിൽ അവളുടെ ശരിക്കും പുറകിൽ ആ ഭയങ്കരമായ രൂപം നിൽക്കുന്നത് കണ്ടു. പേടി അവളെ പൊതിയാൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം വിവേകിന്റെ കാർ അവരുടെ വീടിന്റെ പാർക്കിങ്ങിൽ വന്നു നിന്നു. വിവേക് വീട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് ഖുഷിയെ തേടാൻ തുടങ്ങി. പക്ഷെ അവൾ അവിടെ എവിടെയും ഇല്ലായിരുന്നു. ഖുഷി, ഖുഷി, നീ എവിടെയാ ഇരിക്കുന്നത്? അദ്ദേഹം പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ഖുഷി അദ്ദേഹത്തിന്റെ പുറകിലായി കയ്യിൽ കേക്കോടെ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ അല്പം വ്യത്യാസമായി കാണപ്പെട്ടു. പക്ഷെ വിവേക് ഇക്കാര്യം വലുതായി ശ്രദ്ധിച്ചില്ല. നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ബേബി? ലെറ്റ്സ് സെലിബ്രേറ്റ്. ആ, അത് ഞാൻ മറിച്ചു പോയി. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു നിങ്ങളുടെ പിറന്നാള്. ശരി, വരൂ, ലെറ്റ്സ് സെലിബ്രേറ്റ്. കുറച്ചു സമയത്തിന് ശേഷം രണ്ടുപേരും ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് വിവേകിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വിവേകിന്റെ ഫോണിൽ അറിയാത്ത ഒരു നമ്പറിൽ നിന്നും വെറുതെ കാൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹം അത് അറ്റൻഡ് ചെയ്യാതെ വെറുതെ വിട്ടു. അദ്ദേഹം മെഴുകുതിരി അണച്ച് കേക്ക് കട്ട് ചെയ്തു. ആ കേക്ക് അദ്ദേഹം ഖുഷിക്ക് കൊടുക്കാനായി ചെന്നപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് ഓഫായത്. ഖുഷി, ഖുഷി, നീ എവിടെ ഇരിക്കുന്നു? ഇരുട്ടത്ത് ഖുഷി പെട്ടെന്ന് കാണാതായിരുന്നു. വിവേക് എല്ലാ സ്ഥലങ്ങളിലും അവളെ തിരഞ്ഞു. പക്ഷെ അവൾ എവിടെയും ഇല്ലായിരുന്നു. അദ്ദേഹം ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി തൻ്റെ ഫോൺ എടുത്തു. പക്ഷേ നോക്കിയപ്പോൾ ഒരേ നമ്പറിൽ നിന്നും ഒരുപാട് മിസ് കോൾസ് വന്നിരുന്നു. അദ്ദേഹം അതേ നമ്പറിലേക്ക് തിരികെ വിളിച്ചു. ഫോൺ എടുത്തതും മറുവശത്തു നിന്ന് ഒരു പെണ്ണിൻ്റെ വോയിസ് കേൾക്കാൻ തുടങ്ങി. ഹലോ, ആരാ അത്? വിവേക്, ഞാൻ ഖുഷിയാണ്. നിങ്ങൾ എവിടെയാ ഇപ്പോൾ? ഖുഷി, നീ ഇരുട്ടത്ത് എവിടെയാ പോയത്? ഞാൻ നിന്നെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നെയോ? പക്ഷെ നിങ്ങൾ എവിടെയാണുള്ളത്? ഞാനിപ്പോൾ നിന്നോടൊപ്പമല്ലേ ഇരുന്നത്, നമ്മളുടെ വീട്ടിൽ. ഓ ഷിറ്റ്! വിവേക്, നിങ്ങൾ വേഗം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരൂ. ആ വീട് ഒട്ടും ശരിയല്ല. എന്തു പറ്റി ഖുഷി? നീ ഇപ്പോൾ എവിടെയാ ഉള്ളത്? ഹലോ ഖുഷി, ഹലോ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നോ? ഹലോ. ഫോണിൽ സംസാരിക്കുന്നത് പെട്ടെന്ന് കേൾക്കാതായി. വിവേക് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് വീടിന്റെ മെയിൻ ഡോറിനടുത്തേക്ക് അദ്ദേഹം ചെന്നു. അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മോനെ വിവേക്! ആ ശബ്ദം കേട്ടതും വിവേകിന്റെ കാലുകൾ നിന്നുപോയി. അദ്ദേഹം തിരിഞ്ഞു നോക്കി ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന്. അദ്ദേഹം വീടിനകത്തേക്ക് ചെന്നു. അവിടെ നോക്കിയപ്പോൾ ഒരു റൂമിലെ ലൈറ്റ് മാത്രം കത്തിക്കൊണ്ടിരുന്നു. അല്പം സംശയത്തോടെ അദ്ദേഹം ആ റൂമിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ആ റൂമിനകത്തേക്ക് ചെന്നതും തന്നെ എല്ലാം വളരെ വ്യത്യാസമായും വിചിത്രമായും ഫീൽ ചെയ്യാൻ തുടങ്ങി. ഏതോ ഒരു സ്വപ്നം പോലെ റൂമിലുണ്ടായിരുന്ന വെളിച്ചം പോലും മറ്റുള്ള മുറികളെക്കാളും വളരെ വ്യത്യാസമായിരുന്നു. അദ്ദേഹം പതുക്കെ മുറിയുടെ അകത്തേക്ക് വന്നു. അവിടെ ഒരു മൂലയിൽ ജനാലയുടെ വശത്ത് തിരിഞ്ഞുകൊണ്ട് തൻ്റെ അമ്മ ഇരിക്കുന്നത് കണ്ടു. അവർ അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം പതുക്കെ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി. അമ്മേ, നിങ്ങൾ വന്നു അമ്മേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരുന്നത്. സോറി, ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോയി അമ്മേ. വിവേക് അവരുടെ അടുത്ത് ചെന്ന് അവരുടെ കൈ പിടിച്ചു. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവൻ നിവർന്നു നോക്കി. അവരുടെ മുഖം കണ്ടതും അവൻ ആകെ ഞെട്ടിപ്പോയി. ആ രൂപത്തിന്റെ പാതി മുഖം അവൻ്റെ അമ്മയുടേത്, ബാക്കി പാതി വേറൊരു രൂപത്തിൻ്റെത്. നമ്മൾ ആദ്യം കണ്ടതുപോലെ. നീ എന്നെ കൊന്നുകളഞ്ഞു. പേടിച്ച വിവേക് പുറകിലോട്ട് ചെന്ന് വീണു. പെട്ടെന്ന് ആ മുറി ഇരുണ്ടതായി മാറി. ആ രൂപം എണീറ്റ് അവൻ്റെ നേരെ ഓടിച്ചെന്നു. വിവേക് പേടിച്ച് തൻ്റെ കണ്ണുകൾ കൈകൊണ്ട് പൊത്തി. പെട്ടെന്ന് എല്ലാം ശാന്തമായി മാറി. സമയം പാഴാക്കാതെ അവിടെ നിന്നും പുറത്തു പോകാനായി അവൻ ശ്രമിച്ചു. വേഗം എണീറ്റ് അവൻ അവിടെ നിന്നും നടന്നു. എന്നിട്ട് ആ കതകിൻ്റെ ഹാൻഡിൽ തുറക്കാനായി അവൻ ശ്രമിച്ചു. പക്ഷേ കതക് തുറന്നില്ല. അവൻ വീണ്ടും മുഴുവൻ ബലത്തോടു കൂടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
എന്നാലും ആ കതക് തുറക്കാനായില്ല. അവൻ കുടുങ്ങിയതുപോലെ തോന്നി, ഏതോ ഒരു അറിയാത്ത ശക്തിയുടെ കയ്യിൽ കുടുങ്ങിയതുപോലെ. മറ്റൊരു വശത്ത് ഖുഷി തൻ്റെ കയ്യിൽ മൺവെട്ടി എടുത്തുകൊണ്ട് വീടിന് പുറകിലായി വന്നു. അതുപയോഗിച്ച് കതക് പൊട്ടിക്കാൻ ശ്രമിച്ചു. അവൾ ആ ലോക്കിനെ ഒരുപാട് പ്രാവശ്യം അടിച്ചു. അങ്ങനെ ആ ലോക്ക് ഉടഞ്ഞു. അവൾ ആ കതക് തുറന്ന് ബേസ്മെന്റിൽ കൂടി അകത്തേക്ക് വന്നു. അവൾ വിവേകിനെ തേടാൻ തുടങ്ങി. വീടിനകത്ത് വിവേക് ബാത്റൂമിനകത്ത് ഇരിക്കുകയായിരുന്നു. തൻ്റെ കാലുകൾ മടക്കി തല കുനിച്ചിരുന്ന് തൻ്റെ അവസ്ഥയോർത്ത് കരയുകയായിരുന്നു. അവൻ്റെ ശരീരമൊക്കെ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, അവൻ്റെ കയ്യിൽ ഫോണുണ്ട്. അവൻ ഫോൺ എടുത്തു ഖുഷിയെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അതിശയിക്കുന്ന കാര്യം എന്താണെന്നാൽ ഫോണിൻ്റെ റിംഗ് ആ വീട്ടിനകത്തു നിന്ന് തന്നെ കേൾക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് അവൻ ഞെട്ടിപ്പോയി. അവൻ ഉടനെ എണീറ്റ് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ പതുക്കെ പേടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വന്നു. ശബ്ദം ആരും കേൾക്കാതെ പതുക്കെ നടന്നു വരികയായിരുന്നു. നീ എന്നെ കൊന്നുകളഞ്ഞോ? ഖുഷി. അവന് ഒരു മറുപടിയും കിട്ടിയില്ല. എന്നാലും ആ വീട് മുഴുവൻ അവൻ അവളെ തിരയുകയായിരുന്നു. അവൻ എല്ലാ സ്ഥലത്തും നോക്കി. പക്ഷെ അവന് ഖുഷിയെ എവിടെയും കാണാനായില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവന് കിച്ചണിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടത്. വിവേക്, വിവേക്, എന്നെ രക്ഷിക്കൂ, വിവേക്. വിവേക് അവിടെ നിന്നും കിച്ചണിലേക്ക് ഓടാൻ തുടങ്ങി. അദ്ദേഹം കിച്ചണിൽ ചെന്ന് നോക്കിയതും തന്നെ അവിടെ ഒരു മൺവെട്ടി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. പിന്നെ ചുറ്റിലും ആരും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹം ആ മൺവെട്ടി എടുത്തു. അതിൽ രക്തക്കറ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തോളിൽ ഒരു തുള്ളി രക്തം വന്ന് വീണത്. അദ്ദേഹം മുകളിലേക്ക് നോക്കി. അപ്പോൾ സീലിംഗിൽ ഖുഷി ഇരിക്കുന്നത് കണ്ടു. അവളുടെ മുഖം കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. അത് കണ്ടിട്ട് അദ്ദേഹം വീണ്ടും പേടിച്ചുപോയി. നീ ചെയ്തത് ഒട്ടും ശരിയല്ല. നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ കൊന്നുകളഞ്ഞു. എന്റെ കഴിവില്ലായ്മ നീ മനസ്സിലാക്കിയില്ല. എന്റെ കുട്ടികളുടെ അടുത്തു നിന്നും ഈ അമ്മയെ നീ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ ഇതെടുത്തുകൊണ്ട് പോവുകയാണ്. ആരാ നീ? ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ നീ? അപ്പോഴാണ് വിവേകിന് ആ രാത്രി ഓർമ്മ വന്നത്. ജോലിയുടെ ആവശ്യത്തിനായി നഗരത്തിലേക്ക് ചെന്നപ്പോൾ വിവേക് രാത്രി കാർ ഓടിച്ചു പോവുകയായിരുന്നു. അവന് ചെറുതായി ഉറക്കം വരാൻ തുടങ്ങി. പാവം അവൻ്റെ കണ്ണുകളൊക്കെ ചെറുതായി അടയാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു പെൺ മുന്നിലേക്ക് ചാടി. വിവേകിന്റെ കാർ അവളെ ചെന്ന് ഇടിച്ചു. നല്ല സ്പീഡിൽ വന്നതുകൊണ്ട് ആ കാർ ചെന്ന് ഇടിച്ച് അവൾ തറയിലേക്ക് ചെന്ന് വീണു. പിന്നെ 4 ദിക്കിലും രക്തം ഒലിച്ചു. വിവേക് ഉടനെ ആ കാർ നിർത്തി. എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങി അവളെ നോക്കാൻ ചെന്നു. ആ പെൺ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും അവൾക്ക് ജീവനുണ്ടായിരുന്നു. എന്നെ 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 സഹായിക്കോ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ്. ഒരു പക്ഷേ ഞാൻ ഇവളെ സഹായിച്ചാൽ നാളെ തന്നെ ഇവൾ എനിക്ക് വലിയ പ്രശ്നമായി മാറിപ്പോവും. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? വിവേക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അവിടെ ചുറ്റിലും ആരുമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതും അദ്ദേഹം ഒരു വലിയ കല്ലെടുത്തു. എന്നിട്ട് ആ ലേഡിയുടെ മുഖത്തെ വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് അവൾ അവിടെ തന്നെ മരിച്ചുപോയി. അദ്ദേഹം ഉടനെ തൻ്റെ കൈകൾ തുടച്ചു. എന്നിട്ട് കാറിൽ കയറി അവിടെ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. വിവേക് തൻ്റെ തെറ്റോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മാപ്പ് ചോദിക്കാനായി ശ്രമിച്ചു. എന്നെ ക്ഷമിച്ചേക്കു, എന്നെ ക്ഷമിച്ചേക്കു. ഇത് എൻ്റെ തെറ്റാണ്. പ്ലീസ്, ഞാൻ ചെയ്ത തെറ്റിനെ ഇവളെ നീ ശിക്ഷക്കല്ലേ. പ്ലീസ്, എന്നെ ക്ഷമിച്ചേക്കു. അവൾ ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ വിവേകിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം നേരം വെളുത്തു. സൂര്യൻ ഉദിച്ചു വന്നു. പിന്നെ ഖുഷി അതേ കിച്ചണിൽ അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ ശരീരം മുഴുവൻ ചെറിയ മുറിവുകളുണ്ടായിരുന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഖുഷി ലിവിംഗ് റൂമിലേക്ക് വന്നു. പിന്നെ ഇത് കണ്ടിട്ട് അവളുടെ കണ്ണുകൾ പേടി കൊണ്ട് നിറഞ്ഞു. അവിടെ വിവേക് മരിച്ചു കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം അതേ കൈകളുള്ള ഷോ പീസ് കൊണ്ട് കുത്തപ്പെട്ടിരുന്നു. അത് അവർ രണ്ടുപേരും ചേർന്ന് ആ വീട്ടിൽ ചെയ്തതാണ്.